വെൽക്കം ടു sunithasworld. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു റവ വടയുടെ റെസിപ്പിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. 1 കപ്പ് റവ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സവോള, ഒരു 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, അല്പം കറിവേപ്പില, പിന്നെ പുളിയില്ലാത്ത തൈര് വേണം, ഒരു 1/4 കപ്പ്, അതുപോലെ ഒരു അല്പം ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിപ്പോൾ ഇത് റവ ഒന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, സവോള, കറിവേപ്പില, അല്പം ഉപ്പ്, ബേക്കിംഗ് സോഡ ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. കുരുമുളകിൻ്റെ പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ഒരല്പം കുരുമുളക് പൊടി. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് വെക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ കയ്യിൽ ഒരല്പം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ ഉഴുന്നുവടയ്ക്ക് പരത്തുന്ന പോലെ കയ്യിൽ വെച്ച് പരത്തി അതിൻ്റെ നടുക്ക് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വട കഴിക്കണം എന്നുള്ളവർക്ക് അരച്ചു വെക്കാനുള്ള സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റവ വെച്ചുകൊണ്ട് തന്നെ വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് ആയിട്ടുണ്ട്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കും കാപ്പിക്കും ഒക്കെ അതിൻ്റെ കൂടെ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ വേറൊരു വീഡിയോയുമായി വരാം. ബൈ.